നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പുട്ടിന്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ദാൽ തോയയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ പരിപ്പ് വെള്ളം പോലെ ഇരിക്കും. അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൂരപ്പരിപ്പ്, സാധാരണ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം. കാരണം ഇത് നല്ലോണം വെന്ത് കിട്ടേണ്ടതാണ്. സാധാരണ പരിപ്പ് വേവണേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി കുതിർത്ത് വെച്ച തൂരപ്പരിപ്പിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും ചേർക്കാതെയും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്, പക്ഷെ സാധാരണ പോലൊരു നല്ലൊരു മഞ്ഞ കളറ് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല ലൂസായിട്ടുള്ള കൂട്ടാനാണ്. അപ്പം 4 ഇരട്ടി വെള്ളമാണ് ചേർത്തിട്ട് നമ്മൾ വേവിക്കേണ്ടത്. 1 കപ്പാണ് എടുക്കണമെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം 4 ഇരട്ടിയോളം വെള്ളം എടുക്കുമ്പോൾ പ്രഷർ കുക്കറിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ അടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞു. പരിപ്പ് കാണാൻ പോലും ഇല്ല. മാത്രമല്ല, ഇത് സാധാരണ ഒരു പരിപ്പ് കൂട്ടാൻ പോലെ അല്ല കേട്ടോ. പരിപ്പ് ഇങ്ങനെ കുറുകുറാന്നിരിക്കുക അങ്ങനെയല്ല. പരിപ്പ് വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സാധാരണ വലിയ വലിയ സദ്യകൾക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പരിപ്പ് വേവിച്ചിട്ട് ആ പരിപ്പ് സാമ്പാറിലേക്ക് എടുക്കും, പരിപ്പ് വേവിച്ച വെള്ളത്തിന്റെ ബാക്കി രസത്തിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പരിപ്പ് വേവിച്ച വെള്ളം പോലെ, വെറും ഒരു പരിപ്പ് വെള്ളം പോലെ ഈ ഒരു കൺസിസ്റ്റൻസി വേണം. അതാണ് നമ്മൾ 4 ഇരട്ടി വെള്ളം ഒഴിക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വെറും ദാലാണ്, ദാൽ തോയ് ആവില്ല. കണ്ടോ. ഇനി ഇതിലാകെ മസാലയായിട്ട് ചേർക്കണത് കായപ്പൊടി മാത്രമാണ്. അപ്പൊ കായപ്പൊടി നന്നായിട്ട് ചേർക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി പോലും ഇല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീരകം, അങ്ങനെ സാധാരണ ഒരു ദാലിൽ ചേർക്കണ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. ഇനി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു 2 എണ്ണം, ഒരു തണ്ട് കറിവേപ്പില. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് അങ്ങോട്ട് തിളച്ചാൽ മതി. അതിങ്ങനെ വല്ലാതെ, പരിപ്പിന്റെ കൂടെ തന്നെ പച്ചമുളക് ഞാൻ ഇടാത്തത്, അത് വല്ലാതെ വെന്തിങ്ങനെ എന്താ പറയുക, കളറ് മാറി അങ്ങനെ ആവരുത്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ വളരെ സിമ്പിളാണ്. കുറച്ച് കടുകും മുളകും കൂടിയിട്ട് അങ്ങോട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ റെഡി. വറുത്തിട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ദാൽ തോയ്. ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അത് അറിയാത്തവരാണെങ്കിൽ ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കണതൊക്കെ കാണുമ്പോൾ ഒരു സ്വാദില്ല എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. വളരെ ഡിഫറെൻ്റ് ആൻഡ് യുണീക്ക് ടേസ്റ്റ് ആണ്. കാരണം കായപ്പൊടി ചേരുമ്പോൾ ഒരു വാസനയും സ്വാദിനും ഒക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കുകയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ പറയണല്ലോ. അപ്പോൾ വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ദോശയ്ക്കും ഇഡ്ലിക്കും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ എടുത്തു നോക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.